വെൽക്കം ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മളൊരു പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ നമ്മളത് ബൈബാക്ക് ചെയ്യുക. അപ്പൊ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഷെയറിന്റെ എണ്ണം കൂടുന്നുണ്ട്, അതിന്റെ ഒപ്പം നമ്മുടെ റിസോഴ്സും കൂടുന്നുണ്ട് അല്ലെങ്കിൽ റിസോഴ്സ് കുറയുന്നുണ്ട്. അപ്പോൾ ഷെയറിന്റെ എണ്ണം റിസോഴ്സിൽ ചേഞ്ച് ഉണ്ടാകുന്നത് രീതിയിലുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ്, അതായത് ഇക്വിറ്റി ഷെയർസ് കൂടുന്നുണ്ട് വിത്തൗട്ട് കറസ്പോണ്ടിങ് ഇൻക്രീസ് ഇൻ റിസോഴ്സ്. പക്ഷെ കമ്പനിയിലുള്ള റിസോഴ്സിൽ എന്തുണ്ടാവില്ല, ഒരു വ്യത്യാസം ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണുള്ളത്. അങ്ങനെയുള്ളത് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ എന്താണ് ഷെയർ ഇഷ്യൂ ചെയ്യും, ബട്ട് ഇറ്റ് ഡസ് നോട്ട് മേക്ക് എനി കറസ്പോണ്ടന്റ് ചേഞ്ച് ഇൻ റിസോഴ്സസ് ഓഫ് ദ കമ്പനി. അതായത് ഇപ്പോ ക്യാപിറ്റലൈസേഷൻ ഓർ ബോണസ് ഇഷ്യൂ. ബോണസ് ഷെയർസ് ഇഷ്യൂ എന്താണ്, ഷെയറിന്റെ എണ്ണം കൂടും പക്ഷെ നമുക്ക് ക്യാപിറ്റൽ ഉണ്ടാവുണ്ടോ? ഇല്ല. കാരണം എന്താണ്, നമ്മുടെ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ഓർ ലോസ് അല്ലെങ്കിൽ റിസർവിന്റെ ബാലൻസ് ക്യാപിറ്റലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ അന്നും ആ P&L അക്കൗണ്ടിന്റെ എമൗണ്ട് നമ്മുടെ കമ്പനിയിൽ ഉണ്ട് ആസ് എ റിസോഴ്സ്, ഇന്നും ആ സെയിം എമൗണ്ട് തന്നെ ഉള്ളൂ. അത് ക്യാപിറ്റൽ ആയിന്ന് മാത്രം, നമ്മുടെ റിസോഴ്സിൽ ചേഞ്ച് ഒന്നും വന്നില്ല. പക്ഷെ എന്താണ്, നമ്പർ ഓഫ് ഷെയർസ് കൂടി. പിന്നെ വരുന്നതാണ് റൈറ്റ് ഇഷ്യൂ. എന്താന്ന് വെച്ചാൽ റൈറ്റ് ഇഷ്യൂല് ഉണ്ടാവുന്ന ബോണസ് നമുക്കറിയാം. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് പ്രൈസിനെക്കാട്ടും കുറവുള്ള എമൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈറ്റ് ഇഷ്യൂ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഓഫ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്തുണ്ട്, മാർക്കറ്റ് പ്രൈസ് 15 രൂപയാന്ന് വിചാരിക്കുക. നമ്മൾ റൈറ്റ് ഇഷ്യൂ നടത്തുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ആ ഷെയർ 11 രൂപയ്ക്കാണ് കൊടുക്കുക. എപ്പോഴും മാർക്കറ്റ് പ്രൈസിനെക്കാട്ടും കുറവുള്ള എമൗണ്ടിലാണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ നടത്തുക. അപ്പൊ അവിടെ എന്തുണ്ട്, 4 രൂപ കുറവാണ്. അപ്പൊ 4 രൂപ ഒരു തരം എന്താണ്, ബോണസ് ആണ്. അപ്പൊ അതാണ് ബോണസ് അല്ല. റൈറ്റ് ഇഷ്യൂ നടത്തുമ്പോൾ എന്താണ്, we have increase in shares without corresponding increase in resource. അതായത് ഒരു 11 രൂപ വരെ നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ ആ ബോണസ് എലമെന്റ് 4 രൂപ ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അതും എന്താണ്, അങ്ങനെയുള്ളതാണ്. പിന്നെ വരുന്നത് ഷെയർ സ്പ്ലിറ്റ്. ഷെയർ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, ഷെയറിന്റെ ഫേസ് വാല്യൂ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഷെയറിന്റെ ഫേസ് വാല്യൂ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നോർമലി നമ്പർ ഓഫ് ഷെയർസ് കൂടും പക്ഷെ ഷെയർ ക്യാപിറ്റൽ കൂടില്ല. കാരണം എന്താണ്, 100 രൂപ ഉണ്ടായിരുന്ന ഷെയറിന് 10 രൂപയായി. അപ്പൊ 100 രൂപയായിരുന്നപ്പോ എത്ര ഷെയർ ഉണ്ടായിരുന്നത്, ഒരു ഷെയർ ആണ് ഉണ്ടായിരുന്നെങ്കിൽ 10 രൂപയാക്കി കഴിഞ്ഞാൽ അത് എത്ര ഷെയർ ആവും, ഒരു ഷെയർ 10 ഷെയർ ആവും. അപ്പൊ പക്ഷെ മൊത്തം കൂടുന്നില്ല. അത് 10 രൂപയുടെ 10 ഷെയർ ആയിരുന്നു, 10 × 10 100. മറ്റേത് 100 രൂപയുടെ ഒരു ഷെയർ ആയിരുന്നു, 100 × 1 100. അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ കൂടുന്നില്ല പക്ഷെ നമ്പർ ഓഫ് ഷെയർസ് കൂടും. പിന്നെ റിവേഴ്സ് ഷെയർ സ്പ്ലിറ്റ്. റിവേഴ്സ് ഷെയർ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസോളിഡേഷൻ, അതായത് 10 രൂപ ഉണ്ടായിരുന്ന ഷെയർ, 10 രൂപയുടെ ഷെയർ എന്താക്കി, നമ്മള് ഫേസ് വാല്യൂ കൂട്ടി 100 രൂപയുടെക്ക്. അപ്പൊ നമ്മുടെ ഷെയറിന്റെ എണ്ണം കൂടും. അപ്പൊ എന്താണ്, 10 രൂപയുടെ 10 ഷെയർ കൂടുമ്പോ ഒരാൾക്ക് ഒരു ഷെയർ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ എണ്ണം കുറയാണ് പക്ഷെ ക്യാപിറ്റലിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ റിസോഴ്സിൽ അല്ലെങ്കിൽ ക്യാപിറ്റലിന് ചേഞ്ച് ഇല്ലാതെ നമ്മുടെ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് കൂടിയാൽ എങ്ങനെയൊക്കെയാണ് EPS കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റത്തെ നമ്മുടെ എന്ന് പറയുന്നത് ബോണസ് ഇഷ്യൂ ആണ്. ബോണസ് ഇഷ്യൂ എളുപ്പമാണ്, വേറെ ഒരു പ്രത്യേകതയില്ല. ഒരൊറ്റ പ്രത്യേകത ഉള്ളൂ, നമ്മൾ മുമ്പ് എന്ത് ചെയ്തു, വെയിറ്റ് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ബോണസ് ഇഷ്യൂ ബോണസ് ഇഷ്യൂ നടത്തിയിട്ടാണ് ഓർഡിനറി ഷെയറിന്റെ എണ്ണം കൂടിയതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വെയിറ്റ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, നോർമലി ചെയ്താൽ മതി. അപ്പൊ അത് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെറ്റ് പ്രോഫിറ്റ് ഓഫ് എക്സ് ലിമിറ്റഡ് ഫോർ ദ ഇയർ 2020 were 2,25,000. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് അണ്ടിൽ 13th September 2020 എത്രയാണ്, 60,000 ഷെയർസ് ആണ്. ഓൺ 1st October 2020 the company made a bonus issue of 1 for every 4 shares. കാൽക്കുലേറ്റ് ദ EPS. ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബോണസ് ഇഷ്യൂ നടത്തിയ കാരണമാണ് ഇവിടെ ഓർഡിനറി ഷെയർ കൂടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ബോണസ് ഇഷ്യൂ നടത്തുന്നത് നമ്മുടെ എന്താണ്, എക്സിസ്റ്റിംഗ് റിസർവ് ക്യാപിറ്റലൈസ് ചെയ്തിട്ടാണ്. അപ്പൊ എന്താണ്, ആ റിസർവ് എപ്പോഴും എന്തുണ്ട്, കമ്പനിയിൽ ഉണ്ട്. അല്ലാതെ പുതിയതായിട്ട് ഒക്ടോബറിൽ ഉണ്ടായ റിസർവ് അല്ല അത് കാലങ്ങളോളം കമ്പനിയിൽ ഉള്ളതാണ്. കമ്പനി അത് യൂട്ടിലൈസ് ചെയ്യുന്ന എമൗണ്ട് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യില്ല, ഒക്ടോബറിലാണ് നടത്തിയത് എന്ന് വെച്ചിട്ട് ഒക്ടോബർ നവംബർ ഡിസംബർ 3 മാസം ഉള്ളൂ എന്ന് വെച്ചിട്ട് ആ 3/12 ഫ്രാക്ഷൻ വെച്ചിട്ട് വെയിറ്റ് ചെയ്യില്ല. അത് ത്രൂ ഔട്ട് കമ്പനിയിൽ ഉള്ള പോലെയാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യും, ഓൾറെഡി ഉണ്ടായിരുന്ന ഷെയർസ് പ്ലസ് നമ്പർ ഓഫ് ബോണസ് ഷെയർസ് ആഡ് ചെയ്യും.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. മറ്റേത് നോക്കുക, നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്, അണ്ടിൽ ഇത് 60,000. ഈ ബോണസ് ഇഷ്യൂ എങ്ങനെയാണ്, ഇഷ്യൂ ഓഫ് 1 ഫോർ എവരി 4 ഷെയർ. 4 ഷെയർ ഹെൽഡ് ചെയ്യുന്ന ആൾക്കാണ് ഒരു ഷെയർ കിട്ടുക. അപ്പൊ 60,000/4 ചെയ്യുക. അപ്പൊ 60,000/4 ഇൻറ്റു 1 അല്ലെ, 4 ഷെയർ ഹെൽഡ് ചെയ്യുന്ന ആൾക്കാണ് ഒരു ഷെയർ കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 60,000 ഡിവൈഡഡ് ബൈ 4 ചെയ്തു കഴിഞ്ഞാൽ എത്ര എത്ര എണ്ണാന്ന് കണ്ടുപിടിക്കണ്ട അല്ലെ. 60,000-നെ 4-ന്റെ ഗ്രൂപ്പ് ആക്കണം. 4 ഷെയർ ഹെൽഡ് ചെയ്യുന്ന ആൾക്ക് ഒരു ഷെയർ കിട്ടുള്ളൂ. അപ്പൊ 60,000 ഡിവൈഡഡ് ബൈ 4 എത്ര വരിക, 15,000 ആണ്. അപ്പൊ 4 ഷെയർ ഹെൽഡ് ചെയ്യുന്ന ആൾക്ക് എത്ര ഷെയർ കൊടുക്കുള്ളൂ, ഒരു ഷെയർ കൊടുക്കുള്ളൂ. അപ്പൊ 15,000 ഇൻറ്റു 1 ചെയ്താൽ 1 തന്നെ. ഇപ്പൊ 4 ഷെയർ ഹെൽഡ് ചെയ്യുന്ന ആൾക്ക് 2 ഷെയർ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 60,000 ഡിവൈഡഡ് ബൈ 4, 15,000 ഷെയർസിനാണ് ബോണസ് ഇഷ്യൂ നടത്തേണ്ടത്. ഇൻറ്റു എത്ര എണ്ണാണ്, 2 എണ്ണം ഉണ്ടെങ്കിൽ ഇൻറ്റു 2 ചെയ്യും. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്രയാണ്, 60,000 ഷെയർസില് 4 ഷെയർ, ഓരോ 4 ഷെയറും ഹെൽഡ് ചെയ്യുന്ന ആൾക്ക് ഒരു ഷെയർ ആണ് ബോണസ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ എത്ര ഷെയർസിന് ബോണസ് ഇഷ്യൂ നടത്തണം, 4 വീതം ഗ്രൂപ്പ് ആക്കല്ലേ. അപ്പൊ 60,000 ഡിവൈഡഡ് ബൈ 4, അപ്പൊ 15,000 ഷെയർസിനാണ് നമ്മൾ ബോണസ് ഇഷ്യൂ ചെയ്യേണ്ടത്. എത്ര എണ്ണം ഇതാണ്, ഒരെണ്ണാണ് ഇവിടെ ഇഷ്യൂ ഉള്ളത്. അപ്പൊ 15,000 ഇൻറ്റു 1, 15,000. അപ്പൊ മൊത്തം 60,000 തുടക്കത്തിൽ ഉണ്ടായിരുന്നു. ഒക്ടോബറിൽ എന്ത് ചെയ്തു, 60,000 ഷെയർസിൽ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അതില് 4 ഷെയർ ഹെൽഡ് ചെയ്യുന്ന ആൾക്ക് ഒരു ഷെയർ കൊടുത്തു. അപ്പൊ 60,000 ഡിവൈഡ് ബൈ 4, അപ്പൊ 15,000 ഷെയർസിനാണ് നമ്മൾ ബോണസ് ഇഷ്യൂ ചെയ്യേണ്ടത്. അതിൽ എത്ര എണ്ണം കൊടുക്കേണ്ടത് ബോണസ് ആയിട്ട്, ഒരു ഷെയർ, അപ്പൊ 1, അപ്പൊ 15,000. അപ്പൊ മൊത്തം 75,000 ഷെയർസ് ആണ് നമുക്കുള്ളത്. ഇവിടെ ബോണസ് ഇഷ്യൂ ആയ കാരണമാണ് നമ്മൾ വെയിറ്റ് ചെയ്യാത്തത്. ബോണസ് ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ചാൽ ബോണസ് ഇഷ്യൂ നടത്തേണ്ടത് എന്താണ്, നമ്മുടെ കയ്യിൽ തന്നെയുള്ള പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യണം. അപ്പൊ ആ പ്രോഫിറ്റ് എന്തുണ്ട്, ത്രൂ ഔട്ട് നമ്മുടെ കയ്യിലുണ്ട്, ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യണത് മുതൽ. അല്ലാതെ പുതിയതായിട്ട് ഒക്ടോബറിൽ നമുക്ക് ഒരു റിസർവ് ഉണ്ടാവുകയല്ല ചെയ്തിരിക്കുന്നത്. വി ഹാവ് ദ റിസർവ് ത്രൂ ഔട്ട് ദ ഫിനാൻഷ്യൽ ഇയർ. സോ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വെയിറ്റ് അസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല ആസ് പെർ ദ നമ്പർ ഓഫ് മന്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മൊത്തം എടുക്കും. അപ്പൊ 60,000 ഷെയർസ് ആണ് ഉണ്ടായിരുന്നത്. 4 ഷെയർ ഹെൽഡ് ചെയ്യണതിനാണ് ഒരു ഷെയർ കൊടുക്കുന്നത്. അപ്പൊ 60,000 ഡിവൈഡഡ് ബൈ 4, ഇപ്പൊ എന്താണ്, 15,000 ഷെയറിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബോണസ് ഇഷ്യൂ നടത്തേണ്ടത്. എത്ര എണ്ണ കൊടുക്കേണ്ടത്, ഒരു ഷെയർ കൊടുക്കണം. അപ്പൊ ഇൻറ്റു 1 ആണ് 15,000. അപ്പൊ ബോണസ് ഇഷ്യൂന്റെ നമ്പർ ഓഫ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയില്ലേ, നമ്പർ ഓഫ് ഷെയർസ് എക്സിസ്റ്റിംഗ് ഡിവൈഡഡ് ബൈ റൈറ്റ്. എത്ര ഷെയറിനാണ് കൊടുക്കുന്നത്, 4 ഷെയർ, 4 ഇൻറ്റു നമ്പർ ഓഫ് ഇഷ്യൂ 1, അത് ചെയ്താൽ മതി. അപ്പൊ 75,000. നമുക്ക് EPS നോർമൽ പോലെ കാണുക. നെറ്റ് പ്രോഫിറ്റ് എത്രയാ, 2,25,000 ഡിവൈഡഡ് ബൈ 75,000 എത്രയാണ്, 3. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ നമ്മള് വെയിറ്റ് അസൈൻ ചെയ്യില്ല. ബിക്കോസ് എന്താണ്, ബോണസ് ഇഷ്യൂ നടത്തുന്നത് എങ്ങനെയാണ്, ത്രൂ ഔട്ട് ആ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റ് ക്യാപിറ്റലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോണസ് ഇഷ്യൂ നടത്തുന്നത്. അതായത് ആ പ്രോഫിറ്റ് ത്രൂ ഔട്ട് ആ ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ട്, ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് അത് ക്യാപിറ്റലൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യില്ല. വെറുതെ നമ്പർ ഓഫ് ബോണസ് ഷെയർസ് കണ്ടുപിടിച്ചിട്ട് അതേ പ്ലസ് എക്സിസ്റ്റിംഗ് ഷെയർസ് ആഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യുന്നിട്ട് EPS attributable to equity shares divided by number of outstanding shares കാണും. അതാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. എത്രയാണ്, പ്രോഫിറ്റ് 2,25,000 ആണ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് 75,000. അപ്പൊ 3 രൂപയാണ് ഏർണിംഗ് പെർ ഷെയർ. ഇനി എന്ന് പറയുന്നത് അതാണ് ബോണസിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക. അത് ബോണസ് ആണെങ്കിലും ഷെയർ സ്പ്ലിറ്റ് ആണെങ്കിലും ഇത് തന്നെയാണ് ട്രീറ്റ്മെന്റ്. ബോണസിനും ഷെയർ സ്പ്ലിറ്റിനും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വെയിറ്റ് അസൈൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല, ബോണസിനും ഷെയർ സ്പ്ലിറ്റിനും. ഇനി നമുക്ക് വരുന്നതാണ് റിവേഴ്സ് ഷെയർ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താന്ന് പറയാ, നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്യാണ്, കുറയാണ് ചെയ്യണത് വിത്തൗട്ട് എനി കറസ്പോണ്ടിങ് റിഡക്ഷൻ. അങ്ങനെയുള്ള കേസുകളിലും എന്താണ്, നമ്മൾ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, EPS കാൽക്കുലേറ്റ് ചെയ്യാറ്. അവിടെയും വെയിറ്റിന്റെ ഇഷ്യൂ വരുന്നില്ല. അപ്പോ റിവേഴ്സ് സ്പ്ലിറ്റ് ബോണസ് അതിനൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യുക
അത് നോർമലി കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ അത് ചെയ്യാം. ഇനി റൈറ്റിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൈറ്റ് ഷെയർസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു അവിടെ ഒരു എലമെന്റ് ഓഫ് ബോണസ് കുറച്ചുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വാല്യൂ കണ്ടുപിടിക്കാണ്ട് എക്സ് റൈറ്റ് പ്രൈസ്, അതായത് തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം എങ്ങനെയാണ് തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് നോക്കാം. ഒന്നുമില്ല, തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് അത് പ്രോബ്ലം ചെയ്തിട്ട് നമുക്കത് എക്സാമ്പിൾ നോക്കാം, അല്ലെങ്കിൽ അത് പറഞ്ഞാൽ മനസ്സിലാവും. നോക്കാം. എ ലിമിറ്റഡ് ഹാസ് 1,50,000 shares in issue. It now proposes to make a 1-for-3 right issue. അതായത് ഒരു ഷെയറിന് 3 റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യാന്നുള്ള ഒരു പ്രപ്പോസൽ ആണ്. അറ്റ് എ പ്രൈസ് ഓഫ് 11 രൂപ. 11 രൂപയ്ക്കാണ് റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഒരു ഷെയർ ഹെൽഡ് ചെയ്യുന്ന ആൾക്ക് ഇത് കഴിഞ്ഞ് എത്ര ഷെയർ ഉണ്ടാവും? 4 ഷെയർ ഉണ്ടാവും ഇല്ലേ? ഒരെണ്ണം ഒറിജിനൽ ഷെയർ, മാർക്കറ്റ് പ്രൈസിലുള്ള ഷെയർ, 3 എണ്ണം എന്താണ്? റൈറ്റ് ഷെയർ ആണ്. അത് 11 റുപ്യക്ക് കിട്ടണം. ദ മാർക്കറ്റ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഓൺ ഫൈനൽ ഡേ ബിഫോർ ഇഷ്യൂ എത്രയാണ്? 15 per ഷെയർ ആണ്. What is the theoretical X right price per share? ഇങ്ങനെ ആകുമ്പോ ഒന്നുമില്ല, സോറി ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റ് വന്നിട്ടുണ്ട്. Now proposes to make a 1-for-3 റൈറ്റ് ഇഷ്യൂ ഉണ്ടോ. 3 ഷെയറിനാണ് ഒരു ഷെയർ റൈറ്റ് ഇഷ്യൂ ആയിട്ട് കൊടുക്കണം. അതായത് 3 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് എത്ര കിട്ടും? ഒരു റൈറ്റ് ഷെയർ കിട്ടും. അപ്പൊ 3 ഷെയർ നമ്മൾ ഹോൾഡ് ചെയ്യണത് മാർക്കറ്റ് വാല്യൂലാണ് പർച്ചേസ് ഉണ്ടാവുക. ഒരു ഷെയർ നമുക്ക് എന്ത് ചെയ്യും? മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും കുറഞ്ഞ പ്രൈസിൽ കിട്ടും. ഇവിടെ സെന്റൻസ് വായിക്കാൻ, മേക്ക് എ 1-for-3 റൈറ്റ് ഷെയർസ്, അതായത് 3 ഷെയർ ഹെൽഡ് ചെയ്യുന്ന ആൾക്ക് ഒരു റൈറ്റ് ഷെയർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇതിനകത്ത് തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആ ഹെൽഡ് ചെയ്യുന്ന വാല്യൂ ഓഫ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 3 ഷെയർ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളതാണ്, അത് മാർക്കറ്റ് പ്രൈസിലാണ് വാല്യൂ. 3 × 15 എക്സിസ്റ്റിംഗ് ഷെയർ നമ്മൾ എന്ത് ചെയ്യുക? മാർക്കറ്റ് പ്രൈസിൽ വാല്യൂ, എന്നിട്ട് അതിന്റെ വില കണ്ടുപിടിക്കുക. പ്ലസ് വാല്യൂ ഓഫ് റൈറ്റ് ഷെയർ. റൈറ്റ് ഷെയർ എത്ര ഉള്ളത്? ഒരെണ്ണം. എത്ര രൂപയ്ക്കാ? 11 രൂപയ്ക്ക്. എന്നിട്ട് അതിന്റെ ഷെയർ വാല്യൂ കണ്ടുപിടിക്കുക. 1 × 11. എന്നിട്ട് എന്ത് ചെയ്യുക? എക്സിസ്റ്റ് ചെയ്യുന്ന ഷെയറിന്റെ വാല്യൂ പ്ലസ് നമുക്ക് കിട്ടിയ കിട്ടിയ വാല്യൂ ആഡ് ചെയ്യുക. അതാണ് എന്ത്? തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ്. അപ്പൊ 56 രൂപയാണ്. മൊത്തം 56 രൂപയുടെ ഷെയർസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. എത്ര ഉണ്ട് മൊത്തം? 4 ഷെയർ. അപ്പൊ 56 ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. 14 per ഷെയർ. അതാണ് തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ്. നമുക്ക് നോക്കാം. എന്താ നമ്മൾ ആദ്യം ചെയ്യാ? എക്സിസ്റ്റ് ചെയ്യുന്ന ഷെയറിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇവിടെ എത്ര ഷെയർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? നൗ പ്രപ്പോസസ് ടു മേക്ക് 1-for-3. അത് ഒരെണ്ണം 3 എണ്ണത്തിന് റൈറ്റ് ഇഷ്യൂ. 3 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഒരെണ്ണം. അപ്പൊ 3 എണ്ണാണ് എക്സിസ്റ്റിംഗ് ഷെയർസ്. എക്സിസ്റ്റിംഗ് ഷെയർസ് നമ്മൾ എങ്ങനെ വാല്യൂ ചെയ്യാം? മാർക്കറ്റ് പ്രൈസിൽ. മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 15. അപ്പൊ 3 × 15 45. ഫോർ 1 റൈറ്റ് ഇഷ്യൂ ആണ്. ഒരെണ്ണാണ്, 3 എണ്ണം ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഒരു ഷെയർ ആണ് കിട്ടണം. അപ്പൊ 1 എത്ര രൂപയ്ക്ക് കിട്ടുന്നത്? 11 രൂപയ്ക്കാണ് റൈറ്റ് ഇഷ്യൂ. അപ്പൊ 1 × 11 എത്രയാണ്? 11. അപ്പൊ 45 + 11 എത്രയാണ്? തിയറട്ടിക്കൽ വാല്യൂ ഓഫ് 4 ഷെയർസ് 56 രൂപ അല്ലെ. 4 ഷെയർസ് നമ്മുടെ കയ്യിലുണ്ട്, 56 രൂപയാണ് നമ്മൾ അതിൽ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്. അപ്പൊ തിയറട്ടിക്കൽ വാല്യൂ എത്രയാണ്? ഒരെണ്ണത്തിന്റെ 56 അല്ലെ. 56 ഡിവൈഡഡ് ബൈ 4 14 രൂപയാണ് തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ്. അപ്പൊ തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? എക്സിസ്റ്റ് ചെയ്യുന്ന ഷെയറിന്റെ വാല്യൂ കണ്ടുപിടിക്കുക വിത്ത് റെസ്പെക്ട് ടു മാർക്കറ്റ് പ്രൈസ്. അത് എന്നിട്ട് കണ്ടുപിടിക്കുക. പ്ലസ് എന്താണ്? നമുക്ക് കിട്ടിയ റൈറ്റ് ഷെയറിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ് ഇൻറ്റു റൈറ്റ് ഇഷ്യൂടെ പ്രൈസ്. എന്നിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് വി വിൽ ഗെറ്റ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഷെയർസ് വി ഹെൽഡ്. എന്നിട്ട് അതിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് വി ഹെൽഡ് ചെയ്യുക. 3 എണ്ണത്തിനല്ലേ ഒരെണ്ണം കിട്ടി. അപ്പൊ മൊത്തം എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട് പ്ലസ് 1 ഉണ്ട്, 4 എണ്ണം. അപ്പൊ ടോട്ടൽ വാല്യൂ ഡിവൈഡ് ബൈ 4 ചെയ്യാം. ഇനി ഇതിന്റെ EPS കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല, സ്റ്റെപ്പുകൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതിന്റെ സ്റ്റെപ്പ് ഒന്ന് ഞാൻ പറയാം. ഇത് വായിച്ചിട്ട് വേണം നെക്സ്റ്റ് വീഡിയോ കാണാൻ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അതിന്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഒന്ന് നോക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ
എക്സ് റൈറ്റ് കണ്ടുപിടിക്കണം. തിയറട്ടിക്കൽ എക്സ് റൈറ്റ് കണ്ടുപിടിക്കണം. അത് നേരത്തെ പറഞ്ഞതുപോലെ എത്ര എണ്ണം ഹെൽഡ് ചെയ്യുന്നുണ്ടോ അതേ ഇൻറ്റു മാർക്കറ്റ് വാല്യൂ പ്ലസ് എത്ര റൈറ്റ് ഷെയർ കിട്ടിയോ അതേ ഇൻറ്റു റൈറ്റ് ഇഷ്യൂന്റെ പ്രൈസ് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് കാൽക്കുലേറ്റ്. എന്നിട്ട് എന്താന്ന് വെച്ചാ പ്രീവിയസ് പീരീഡിലെ EPS ഫോർ കറസ്പോണ്ടിങ് പ്രീവിയസ് പീരീഡ് എന്ന് പറയുന്നത് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ ദിസ് ഫ്രാക്ഷൻ. ഈ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ കൊല്ലത്തെ EPS മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇതിങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പ്രോബ്ലം റെഫർ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഞാൻ ആ സ്റ്റെപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, അത് ഈ പ്രോബ്ലത്തിലൂടെ തന്നെ പറയാം, അതായിരിക്കും നല്ലത് കുറച്ചും കൂടി. ഇവിടെ നോക്കാം. A Limited has 1 lakh shares in issue on 1st October 2020. It make a right issue of 145. അതായത് 5 ഷെയർ ഹെൽഡ് ചെയ്യുന്ന ആൾക്ക് ഒരു ഷെയർ റൈറ്റ് ഇഷ്യൂ ആയിട്ട് കൊടുക്കുകയാണ്. അറ്റ് എ പ്രൈസ് ഓഫ് 10. 10 രൂപയാണ് റൈറ്റ് ഇഷ്യൂ നടക്കുന്ന പ്രൈസ്. The market value on the last day of quotation with right was 60. മാർക്കറ്റ് വാല്യൂ എത്രയാണ്, 16 രൂപയാണ്. ടോട്ടൽ ഏർണിങ്സ് ആർ 4,40,000. ടോട്ടൽ ഏർണിംഗ് എത്രയാണ്, 4,40,000 ഇൻ 2020 കൊല്ലത്തെ ആൻഡ് 3,20,000 ഇൻ 2019. കഴിഞ്ഞ കൊല്ലം എത്രയാണ്, 3,20,000. വാട്ട് ഈസ് ദ EPS ഫോർ 2020 ആൻഡ് കറസ്പോണ്ടിങ് ഫിഗർ ഫോർ 2019? 2019 2020 EPS ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യും. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞ, എക്സിസ്റ്റ് ചെയ്യുന്ന ഷെയർ മാർക്കറ്റ് പ്രൈസിൽ വാല്യൂ എത്ര എക്സിസ്റ്റ് ചെയ്യുന്നത്, 5 എണ്ണത്തിനാണ് ഒരെണ്ണം കൊടുക്കുന്നത്. അപ്പൊ 5 ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് എത്ര, 16. അപ്പൊ വാല്യൂ ഓഫ് 5 ഷെയർസ് ബിഫോർ ഇഷ്യൂ 5 ഇൻറ്റു 16 80. ഇനി എത്രയാണ് റൈറ്റ് ഇഷ്യൂ, 1 ആണ്. അപ്പൊ എന്താണ് 1 എങ്ങനെയാണ് നമ്മൾ വാല്യൂ ചെയ്യുക, റൈറ്റ് ഇഷ്യൂന്റെ പ്രൈസിൽ 10 രൂപയാണ്. അപ്പൊ 1 ഇൻറ്റു 10 എത്രയാണ്, 10. അപ്പൊ വാല്യൂ ഓഫ് 5 ഷെയർസ് ബിഫോർ ഇഷ്യൂ 5 ഇൻറ്റു 60 80. വാല്യൂ ഓഫ് 1 റൈറ്റ് ഷെയർ ഒരെണ്ണാണ് കിട്ടുന്നത്, 1 ഇൻറ്റു 10 10. അപ്പൊ മൊത്തം തിയറട്ടിക്കൽ വാല്യൂ 6 ഷെയർസ് എത്രയാണ്, 90 കിട്ടി. നമുക്ക് തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കുക, 90 ഡിവൈഡഡ് ബൈ 5 എണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം കിട്ടി 6 എണ്ണം. അപ്പൊ 90 ബൈ 6 15. ഇങ്ങനെ എന്ത് ചെയ്യുക, എക്സ് റൈറ്റ് പ്രൈസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, കഴിഞ്ഞ കൊല്ലത്തെ EPS കാൽക്കുലേറ്റ് ചെയ്യുക. അതേ ഇൻറ്റു നമ്മുടെ തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓൺ ലാസ്റ്റ് ഡേ കൊട്ടേഷൻ. അപ്പോ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് എന്താണ്, കഴിഞ്ഞ കൊല്ലത്തെ EPS, കഴിഞ്ഞ കൊല്ലം എത്രയാണ്, കഴിഞ്ഞ കൊല്ലത്തെ EPS കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാലോ. EPS എങ്ങനെ കണ്ടുപിടിക്കുക, എന്താണ്, പ്രോഫിറ്റ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. എത്ര 2019 പ്രോഫിറ്റ്, 3,20,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്, A Limited ഹാസ് 1 lakh ഷെയർസ് ആണ്. അപ്പൊ 1 ലക്ഷം ഷെയർസ് ആണ്. അപ്പൊ 3,20,000 ഡിവൈഡ് ബൈ 1 lakh. കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്, 3.20 ആണ് നമുക്ക് എന്ത് കിട്ടിയത്, കഴിഞ്ഞ കൊല്ലത്തെ EPS കിട്ടിയത്. അപ്പൊ ആ EPS ഇൻറ്റു എത്രയാണ് നമ്മൾ പറഞ്ഞത്, തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓഫ് കൊട്ടേഷൻ ആണ്. ഇവിടെ തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് നമ്മൾ എത്ര കണ്ടുപിടിക്കണം, 15. അപ്പൊ 3.20 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, 60. അപ്പൊ 3.20 ഇൻറ്റു 15 ബൈ 16 എത്രയാണ്, 3. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ആദ്യം നമ്മൾ തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ കൊല്ലത്തെ EPS ഇൻറ്റു തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ്. ഇവിടെ കഴിഞ്ഞ കൊല്ലത്തെ EPS നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, 3.20 ഇൻറ്റു തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് എത്രയാണ്, 15 ഡിവൈഡഡ് ബൈ എത്രയാണ് മാർക്കറ്റ് പ്രൈസ്, ക്വസ്റ്റ്യനിലുണ്ട് 60, 3. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അഡ്ജസ്റ്റഡ് EPS ഫോർ പ്രീവിയസ് ഇയർ കാൽക്കുലേറ്റ് ചെയ്തു. അഡ്ജസ്റ്റഡ് EPS ഫോർ പ്രീവിയസ് ഇയർ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞിരിക്കുന്നത്, കറണ്ട് ഇയർ EPS കാൽക്കുലേറ്റ് ചെയ്യും.
കറണ്ട് ഇയർ EPS നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് 2 സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആദ്യം എന്താന്ന് വെച്ചാൽ റൈറ്റ് ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്കൊരു നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടല്ലോ, അതേ ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് ചെയ്യും. മനസ്സിലായില്ലേ? അതേ ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ ഉണ്ടല്ലോ, അതിനെ എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ ദ റൈറ്റ് ഇഷ്യൂ ബൈ ദ ഫ്രാക്ഷൻ ഓഫ് ദ ഇയർ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. എന്നിട്ട് നമ്മള് അതിനെന്താന്ന് വെച്ചാ നമ്മള് ഷെയർസ് ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ ഉണ്ടാവുള്ളൂ, അതേ ഇൻറ്റു എന്താണ്, ആ റൈറ്റ് ഇഷ്യൂ നടത്തിയതിന് ശേഷം കുറച്ച് നാളുണ്ടാവുമല്ലോ. അപ്പൊ അത് ഈ ക്വസ്റ്റ്യൻ വെച്ച് പറയാം, അതായിരിക്കും നല്ലത്. നമ്മൾ ഈ വാക്ക് കൊണ്ട് പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ ആദ്യത്തേത് പറഞ്ഞ എന്താണ്, കാൽക്കുലേഷൻ ഓഫ് EPS ഫോർ 20 ആണ്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്, ബിഫോർ ഇഷ്യൂ എത്രയാണ്, ബിഫോർ ഇഷ്യൂ എന്ന് പറയുന്നത് A Limited has 1 lakh shares in issue on 1st 10/2020 it make a right issue of 145, അതായത് ഒരെണ്ണത്തിന് 5 രൂപ വെച്ചിട്ടാണ്. അപ്പൊ നമ്മള് 1 lakh ഷെയർസ് ആണ് ഉണ്ടായിരുന്നത്. 1 lakh ഷെയർസ് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ചെയ്തേക്കണത്, എത്ര എണ്ണാണ്, 5 എണ്ണത്തിനാണ് ഒരു ഷെയർ നമ്മള് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോ 1,00,000 ഡിവൈഡഡ് ബൈ 5, അപ്പൊ എത്രയാണ്, 20,000 ഷെയർസിനാണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ നടത്തുന്നത്. എത്ര എണ്ണാണ്, ഒരെണ്ണം തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ 1 lakh ഡിവൈഡഡ് ബൈ 5 into 1, 5 ഷെയർസിന് ഒരെണ്ണം. അപ്പൊ 1 lakh ഡിവൈഡഡ് ബൈ 5 into 1 എത്രയാണ്, 20,000. അപ്പൊ ടോട്ടൽ എത്രയായി, 1,20,000 ആണ് എന്ത്, റൈറ്റ് ഇഷ്യൂവിന് ശേഷം നമ്മൾ എന്ത്, റൈറ്റ് ഇഷ്യൂവിന് ശേഷമുള്ള നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ്. അതായത് 1,00,000 ഓൾറെഡി ഉണ്ടായിരുന്നു, 5 ഷെയറിന് ഒരെണ്ണം ഇഷ്യൂ ചെയ്തു, അത് 1 lakh into 1/5, അപ്പൊ 20,000 അല്ലെ. 1,00,000 ആണ്, 1,00,000 ഷെയർസ് ഉണ്ടായിരുന്നു, 5 ഷെയറിന് ഒരെണ്ണം. അപ്പൊ 1,00,000 ഡിവൈഡ് ബൈ 5, 20,000 ഷെയർസിനാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. എത്ര തന്നെയാണ്, ഒരെണ്ണം തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ 20,000 ഷെയർസ് ഇഷ്യൂ കൊണ്ടുവരും. 20,000 into 5, അപ്പൊ അങ്ങനെ 1,20,000 ആണ് റൈറ്റ് ഇഷ്യൂവിന് ശേഷമുള്ളത്. ഇനി ആദ്യത്തെ, അപ്പൊ അത് മനസ്സിലായില്ലേ. ഇനി ഇതിൽ ആദ്യത്തെ സ്റ്റേജ് എന്താന്ന് വെച്ചാ, നമുക്ക് റൈറ്റ് ഇഷ്യൂവിന് മുമ്പ് എത്ര ഷെയർ ഉണ്ട്, അപ്പൊ ആ ക്വസ്റ്റ്യനിലാണെങ്കിൽ എത്ര ഷെയർ ഉണ്ട്, 1,00,000 ഷെയർ ഉണ്ട്, അതേ ഇൻറ്റു റൈറ്റ് ഇഷ്യൂ വരെയുള്ള പീരീഡ്. റൈറ്റ് ഇഷ്യൂ വരെയുള്ള പീരീഡ് ഇവിടെ എത്രയാണ്, നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം എന്താണ്, ഒക്ടോബറിലാണ് റൈറ്റ് ഇഷ്യൂ നടക്കുന്നത്. ഒക്ടോബർ വരെ എത്ര നാളുണ്ട്, ഒക്ടോബർ 1 റൈറ്റ് ഇഷ്യൂ നടക്കുന്നത് അല്ലെ. ഒക്ടോബർ 1 റൈറ്റ് ഇഷ്യൂ നടക്കുന്നത് അല്ലെ, ഒക്ടോബർ 1. അപ്പൊ അതുവരെ എത്രയുണ്ട്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, 9 മാസം. അപ്പൊ 1,00,000 ഷെയർ 9 മാസം ഉണ്ടായിരുന്നു. അപ്പൊ 1,00,000 into 9/12 റൈറ്റ് ഇഷ്യൂ നടത്തുന്നത് വരെയുള്ള പീരീഡ് 9 മാസം. അതിന്റെ ഫ്രാക്ഷൻ വരുമ്പോ 9/12 ഇൻറ്റു എന്ത് ചെയ്യുക, തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, 16/15, അങ്ങനെയാണ് 80,000. മനസ്സിലായില്ലേ. റൈറ്റ് ഇഷ്യൂ നടത്തുന്നത് വരെ എത്ര ഷെയർ ഉണ്ട്, 1 lakh ഇൻറ്റു റൈറ്റ് ഇഷ്യൂ നടത്തുന്നത് വരെയുള്ള പീരീഡ് എത്ര മാസമാണ്, 9 മാസം. ജനുവരി ടു ഒക്ടോബർ, ഒക്ടോബർ 1 ഇഷ്യൂ നടത്തി, അപ്പൊ സെപ്റ്റംബർ വരെ 9 മാസം. അപ്പൊ ഇൻറ്റു 9/12 എന്നാണ് നമ്മൾ വെയിറ്റ് ചെയ്യുക, ഇൻറ്റു മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എത്രയാ, 16 ഡിവൈഡഡ് ബൈ തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് എത്രയാണ്, 15. അപ്പൊ 80,000. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അതാണ് ഈ സ്റ്റെപ്പിനകത്ത് പറയണത്. നോക്കി നോക്ക്, മൾട്ടിപ്ലൈഡ് ദ നമ്പർ ഓഫ് ഷെയർസ് ബിഫോർ റൈറ്റ് ഇഷ്യൂ ബൈ ദ ഫ്രാക്ഷൻ ഓഫ് ഇയേഴ്സ് ബിഫോർ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. അതായത് റൈറ്റ് ഇഷ്യൂ നടത്തുന്നതിന് മുമ്പ് വരെയുള്ള ഡേറ്റിന്റെ ഫ്രാക്ഷൻ. അപ്പൊ 1 lakh ഇൻറ്റു മുമ്പ് വരെ എത്ര മാസം ഉണ്ട്, 9 മാസം. 9/12 ഇൻറ്റു ദിസ് ഫ്രാക്ഷൻ. ദിസ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ തിയറട്ടിക്കൽ എക്സ് റൈറ്റ് പ്രൈസ്. അതാണ് 16/15 ചെയ്തത്. ഇനിയുണ്ട്, അത് എ എന്നുള്ള ഫിഗർ ആണ്. പിന്നെ ഒരു ഫിഗറും കൂടി കണ്ടുപിടിക്കുന്നത്, 2 സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നത്. ഇനി എന്താന്ന് വെച്ചാൽ
റൈറ്റ് ഇഷ്യൂ നടത്തിയതിന് ശേഷമുള്ള നമ്പർ ഓഫ് ഷെയർ. നമ്മുടെ കയ്യിലാണെങ്കിൽ എന്താണ് 1 ലക്ഷം ഉണ്ടായിരുന്നു, 5 ഷെയറിന് ഒരെണ്ണം വെച്ചിട്ട്. അപ്പൊ 1 ലക്ഷം ഡിവൈഡ് ബൈ 5 into 1, അതായത് 20,000 ഷെയർ അഡീഷണൽ ഇഷ്യൂ ചെയ്തു. അപ്പൊ 1,20,000 ഷെയർസ് മൊത്തം ഇഷ്യൂ ചെയ്തു. എത്ര മാസത്തേക്കാണ്? ഒക്ടോബറിലാണ് ഇഷ്യൂ ചെയ്തത്. ഒക്ടോബർ 1 ഒക്ടോബർ, നവംബർ, ഡിസംബർ, അപ്പൊ 3 മാസം. അപ്പൊ ആഫ്റ്റർ ഇഷ്യൂവിന് ശേഷമുള്ള നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു ആ ഫ്രാക്ഷൻ. എന്താണ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷൻ ഓഫ് ഇയർ ആഫ്റ്റർ ദ ഇഷ്യൂ ആണ്. ആഫ്റ്റർ ദ ഇഷ്യൂ എത്രയുണ്ട്? 3 മാസം. അപ്പൊ 3/12. അപ്പൊ ക്വസ്റ്റ്യൻ വെച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് നോക്കി നോക്കൂ. ക്വസ്റ്റ്യൻ വെച്ച് പറയുമ്പോ ഇതിനകത്ത് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. ക്വസ്റ്റ്യൻ വെച്ച് പറയുമ്പോ നോക്കി നോക്കൂ. കണ്ടോ, 1,20,000 ആണ് നമ്മുടെ ഇഷ്യൂന് ശേഷമുള്ളത്. അത് നമ്മൾ കണ്ടുപിടിച്ചു. 1,20,000 ഇൻറ്റു എന്ന ഇഷ്യൂ നടത്തണത് ഫ്രാക്ഷൻ ഓഫ് ദ ഇയർ ആഫ്റ്റർ ഇഷ്യൂ ആണ്. അപ്പൊ ഒക്ടോബർ 1 തീയതിയാണ് ഇഷ്യൂ നടത്തുന്നത്. അപ്പൊ ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പൊ ഫ്രാക്ഷൻ ഓഫ് ദ ഇയർ എന്താ വരിക? 3 മാസം. അപ്പൊ 1,20,000 ഇൻറ്റു 3/12 എത്രയാണ്? 30,000. എന്നിട്ട് 80,000 പ്ലസ് 30,000, 1,10,000. ഇങ്ങനെയാണ് കറണ്ട് ഇയറിൽ EPS കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെയാണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ഇഷ്യൂ നടത്തുന്നതിന് മുമ്പുള്ള ഷെയറിന്റെ എണ്ണം എടുക്കും. അതേ ഇൻറ്റു റൈറ്റ് ഇഷ്യൂ നടത്തുന്നതിന് മുമ്പുള്ള ഫ്രാക്ഷൻ ഓഫ് ഇയർ. മുമ്പ് എത്ര നാളുണ്ടായിരുന്നു? 9/12 ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ്. അതെ, ബി എന്ത് ചെയ്യും? റൈറ്റ് ഇഷ്യൂ നടത്തുന്നതിന് ശേഷമുള്ള നമ്പർ ഓഫ് ഷെയർസ് 1,20,000 ഇൻറ്റു അതിന് ശേഷമുള്ള ഫ്രാക്ഷൻ ഓഫ് ഇയർ 3 മാസമാണ്. അപ്പൊ 3/12, അപ്പൊ 30,000. അപ്പൊ 80,000 പ്ലസ് 30,000, 1,10,000. എന്നിട്ട് നമ്മൾ EPS കാണും. EPS എത്രയാണ്? 2020 ഏർണിംഗ് പെർ ഷെയർ എത്രയാണ്? 2020 EPS എത്രയാണ് തന്നിരിക്കുന്നത്? 4,40,000. അപ്പൊ 4,40,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചേക്കണത്? 1,10,000. അപ്പൊ 4,40,000 ഡിവൈഡഡ് ബൈ 1,10,000 എത്രയാണ്? 4. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? EPS ഫോർ റൈറ്റ് ഇഷ്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ റൈറ്റ് ഇഷ്യൂ നടത്തിയിട്ട് ഉണ്ടെങ്കിൽ, റൈറ്റ് ഇഷ്യൂയിലൂടെയാണ് നമ്മൾ ഓർഡിനറി ഷെയറിന്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതെങ്ങനെയാണ്? ഉള്ള ഷെയർ മാർക്കറ്റ് വാല്യൂല് കാണും, റൈറ്റ് ഇഷ്യൂ നടത്തുന്ന ഷെയറിന്റെ എണ്ണം ഇൻറ്റു റൈറ്റ് ഇഷ്യൂ നടത്തുന്ന പ്രൈസ് ചെയ്യും. അങ്ങനെ നമുക്ക് ടോട്ടൽ കിട്ടും. അതേ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കഴിഞ്ഞ കൊല്ലത്തെ അഡ്ജസ്റ്റഡ് EPS കാണും. കഴിഞ്ഞ കൊല്ലത്തെ അഡ്ജസ്റ്റഡ് EPS കാണാൻ വളരെ ഈസിയാണ്. എന്താണ്? കഴിഞ്ഞ കൊല്ലത്തെ EPS ഇൻറ്റു തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോ കറണ്ട് ഇയറിലെ EPS ആണ് കാണണമെങ്കിലാണ് കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളത്. എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് ഷെയർസ് ബിഫോർ റൈറ്റ് ഇഷ്യൂ എഴുതി വെക്കുക. എത്രയാണ്? റൈറ്റ് ഇഷ്യൂ നടത്തുന്നതിന് മുമ്പ് അത് ക്വസ്റ്റ്യൻ 1 ലക്ഷം. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ. അതപ്പോ റൈറ്റ് ഇഷ്യൂ നടത്തുന്ന ഷെയറിന്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതെങ്ങനെ കണ്ടുപിടിക്കുക? എത്ര ഷെയറിന് എത്ര എണ്ണം, എത്ര ഷെയറിനാണോ കൊടുക്കുന്നത് നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഡിവൈഡഡ് ബൈ നമ്പർ എത്ര ഷെയറിനാണോ കൊടുക്കുന്നത് 5 ഇൻറ്റു എത്ര എണ്ണം കൊടുക്കുന്നുണ്ട്? ഒരെണ്ണം ഇൻറ്റു 1. അപ്പൊ എന്നിട്ട് രണ്ടും കൂടി കൂട്ടിയ ആഫ്റ്റർ ഇഷ്യൂവിന് ശേഷമുള്ള നമ്പർ ഓഫ് ഷെയർസ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം? ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ കണ്ടുപിടിക്കുന്നത് 2 സ്റ്റേജ് ആയിട്ട്. ആദ്യത്തെ സ്റ്റേജിൽ എന്ത് ചെയ്യും? ബിഫോർ റൈറ്റ് ഇഷ്യൂവിന് മുമ്പുള്ള ഷെയറിന്റെ എണ്ണം ഇൻറ്റു ഫ്രാക്ഷൻ ഓഫ് ഇയർ ബിഫോർ ഇഷ്യൂ. എത്ര മാസമാണ് റൈറ്റ് ഇഷ്യൂ നടത്തുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത്? 9 മാസം. 9/12 ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് 16 ഇൻറ്റു 15. അത് കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക? അടുത്ത സ്റ്റേജിൽ ആഫ്റ്റർ ഇഷ്യൂ 1,20,000 ഇൻറ്റു എന്ത് ചെയ്യുക? എത്ര പീരീഡ് ആണ് ഉള്ളത്? ആഫ്റ്റർ ഇഷ്യൂ റൈറ്റ് ഇഷ്യൂവിന് ശേഷമുള്ള ഫ്രാക്ഷൻ ഓഫ് ഇയർ. ഒക്ടോബർ നടത്തി കഴിഞ്ഞാൽ 3 മാസം. അപ്പൊ ഇൻറ്റു 3/12. 12 ചെയ്യണത് അറിയാലോ, 12 മാസമാണ് ഉള്ളത്. അതിൽ 9 മാസമാണ് 1 ലക്ഷം ഷെയർ ആയിട്ട് വർക്ക് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. 3 മാസമാണ് 1,20,000 ഉണ്ടായത്. 20,000 അഡീഷണലി കൊടുത്ത കാരണം 3 മാസം കമ്പനിക്ക് എന്തുണ്ടായിരുന്നു? 1,20,000 ഷെയർ ഉണ്ടായിരുന്നു. 9 മാസം എത്ര ഷെയർ ഉണ്ടായിരുന്നുള്ളൂ? 1 ലക്ഷം ഷെയർ ഉണ്ടായിരുന്നു.
അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുക, അതിന് ടോട്ടൽ ചെയ്യുക. അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ആയിട്ട് എടുക്കുക. എന്നിട്ട് ആ കൊല്ലത്തെ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുക. അപ്പൊ വി വിൽ ഗെറ്റ് ദി EPS. ഈ ഓൺലൈൻ ആയ കാരണം മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്, ഒന്ന് ഇരുത്തി ചെയ്താൽ മതി. ജസ്റ്റ് വർക്ക് ഔട്ട്, ട്രൈ ടു ഡു ഇറ്റ് യുവർ സെൽഫ്. അപ്പൊ അത് കിട്ടും. വലിയ ആനത്താലിയൊന്നും ഇല്ല, ആ ഫോർമുല ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അത് മറ്റേതിലൊന്നും ഇഷ്യൂ ഇല്ല. നമ്മൾ ഇക്കൊല്ലത്തെ EPS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 സ്റ്റേജിലാ കാണണേന്ന് ഓർക്കുക. ആദ്യത്തെ സ്റ്റേജിൽ എന്താണ്, റൈറ്റ് ഇഷ്യൂ നടക്കുന്നതിന് മുമ്പുള്ള ഷെയറിന്റെ എണ്ണം ഇൻറ്റു റൈറ്റ് ഇഷ്യൂ നടത്താതെ എത്ര കൊല്ലം ആ ഷെയറിന്റെ എണ്ണം, ആ എണ്ണം വെച്ചിട്ട് കമ്പനി എത്ര മാസം പോയി നോക്കുക. 1,00,000 ഷെയർ വെച്ചിട്ട് 9 മാസം പോയി, 9/12 ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് ഡിവൈഡ് ബൈ തിയറട്ടിക്കൽ എക്സ് റൈറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ടാമത്തെ സ്റ്റേജിൽ റൈറ്റ് ഇഷ്യൂ നടത്തിയതിന് ശേഷമുള്ള സ്റ്റേജ്. 2 സ്റ്റേജ് പറയുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് ബിഫോർ ഇഷ്യൂ, രണ്ടാം സ്റ്റേജ് ആഫ്റ്റർ ഇഷ്യൂ. ബിഫോർ ഇഷ്യൂ വെച്ചിട്ട് കമ്പനി 9 മാസം പോയി ഇൻറ്റു നമ്മളെ മാർക്കറ്റ് പ്രൈസ് ഡിവൈഡ് ബൈ തിയറട്ടിക്കൽ പ്രൈസ്. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആഫ്റ്റർ ഇഷ്യൂ. ആഫ്റ്റർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് എത്ര ഷെയർ ഉണ്ട്, 1,20,000 ഷെയർ ഉണ്ട്, എക്സിസ്റ്റിംഗ് പ്ലസ് അഡീഷണൽ ഇഷ്യൂ ചെയ്തത്. അത് വെച്ചിട്ട് എത്ര മാസം പോയി, 3 മാസം. 3/12 30,000. ഇവിടെ ഓൾറെഡി ഇത് അഡ്ജസ്റ്റ് ചെയ്ത കാരണം പിന്നെ ഇവിടെ അത് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ കണ്ടുപിടിക്കുക, 80,000 പ്ലസ് 30,000. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഒന്ന് കാണുക, ട്രൈ ചെയ്യുക തന്നെ, എന്നാലാണ് അത് ക്ലിയർ ആവുള്ളൂ. നമുക്ക് ഇനി ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യാം. താങ്ക് യു.